സംസ്ഥാന ഭരണം മുതൽ സൊസൈറ്റികൾ വരെ നഷ്ടപ്പെട്ട CPM-ന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് അണികൾ പറയുന്നു. അപ്പോൾ നേതാക്കളൊക്കെ മാറണം, പുതിയ ആൾക്കാർ വരട്ടെ, ഇതിനകത്തൊരു പുതിയ നയം കൊണ്ടുവരണമെന്ന് പാർട്ടി പറയുന്നു. പക്ഷേ അതിന് ഗോവിന്ദൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് സാർ ഗോവിന്ദൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം എന്താ ഇതിൽ? പുതിയ പ്രവർത്തന രീതി കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ആ പുതിയ പ്രവർത്തന രീതി ഇപ്പോൾ ഉള്ളവർ അനുകരിച്ചാൽ പോരെ, അപ്പോൾ പിന്നെ അവർ മാറണ്ടല്ലോ എന്നുള്ളതാണ്. ഞങ്ങൾ എന്ന് ഇരുന്നോളാം. അത് ചത്തു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിൽ നിന്ന് മാറില്ല, ചാകുന്നത് വരെ ഞങ്ങൾ തന്നെ ഇരിക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നതിൻ്റെ മലയാളം. കാരണം അവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ മാറിയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ഇവർ മാറുന്നില്ല എന്ന് തെളിയിച്ചതുകൊണ്ടാണല്ലോ മാറണം എന്ന് പറയണത്. അപ്പോൾ ഒന്നുകിൽ ആ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന, പുതിയ ഇതിനനുസരിച്ച് നയിക്കാൻ കഴിയുന്ന ലീഡേഴ്സില്ല. ഉള്ള ലീഡേഴ്സ് എന്ന് ഇവർ പറയുന്നവരൊക്കെ കഞ്ഞികളാണ് എന്ന് അവർ തന്നെ അംഗീകരിക്കുകയാണ്. അതല്ലെങ്കിൽ നിലവിലുള്ള ലീഡർഷിപ്പ് കഴിവുള്ള ആരെയും അതിനകത്ത് വരാൻ അനുവദിക്കുന്നില്ല. രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിച്ചേക്കണം. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പാർട്ടിയിൽ കഴിവില്ലാത്തവരാണ് എല്ലാവരും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം പല നേതാക്കളും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അവർക്കൊക്കെ എന്തായാലും അനേകം സമരങ്ങൾ നയിച്ചുള്ള പരിചയങ്ങളുണ്ട്, ആളുകളെ സംഘടിപ്പിച്ചുള്ള പരിചയമുണ്ട്, അവരോട് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനുള്ള കെൽപ്പുണ്ട്. അതിലിപ്പോൾ ഗോവിന്ദനും ബേബിയും ഒഴികെ, ഇപ്പോൾ പിണറായി വിജയനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ പറയുന്നൊരു കാര്യം ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല, വ്യക്തമാണ് ഇല്ലേ? പിണറായി വിജയൻ പറയുന്നൊരു കാര്യം ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല, നിങ്ങൾക്ക് അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷെ ഗോവിന്ദനും ബേബിയും പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാനോ വിയോജിക്കാനോ കഴിയില്ല. കാരണം നിങ്ങൾക്കെന്നല്ല ആർക്കും അത് മനസ്സിലായില്ല. അപ്പോൾ ആ രീതിയിൽ ചെറുപ്പക്കാരുണ്ട് അതിനകത്ത്. പക്ഷേ ആ ചെറുപ്പക്കാരൊന്നും വരാൻ പാടില്ല, ഞങ്ങൾ തന്നെ മരണം വരെ തുടരും, മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ തുടരാൻ അനുവദിക്കണം എന്നാണ് ഗോവിന്ദൻ്റെ പക്ഷം. ചാത്താലും ഞാൻ പോവില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എന്നെയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു പുല്ലും നടക്കില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ മൃതശരീരം സൂക്ഷിച്ചു വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലെനിൻ്റെയും സ്റ്റാലിൻ്റെ ഒന്നുമില്ല, സ്റ്റാലിനെ കൊണ്ടേ കുഴിയടക്കി. ലെനിൻ്റെ മാത്രം. ഈ എന്താണ്, മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന രീതിയിൽ ഉപ്പിലിട്ട് വെച്ചേക്കാണ്. എന്തെങ്കിലും ജീവിപ്പിക്കാൻ പറ്റുമെന്നാണല്ലേ? അതാണ് അതിൻ്റെ പ്രശ്നം. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചിരുന്നത് ശാസ്ത്രം വളർന്നു വരുമ്പോൾ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ശാസ്ത്രം വളർന്നു വരുമ്പോൾ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയും എന്നാണ്. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാൻ ശാസ്ത്രത്തിന് കഴിയും എന്നാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, ഇവർക്ക് മാറ്റമില്ലാതെ ഇവർക്ക് തുടരാൻ പറ്റും. അപ്പോൾ ആ സങ്കല്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇപ്പോൾ EMS പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് നിവൃത്തിയില്ലാതെയാണ്. അന്ന് ഒരു മിമിക്രി ഗ്രൂപ്പ് ഒരു കാര്യം അവതരിപ്പിച്ചു. അതെന്താ വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ചേരുന്ന യോഗമായിരുന്നു. പോളിറ്റ് ബ്യൂറോയിലുള്ള എല്ലാവരും 80 കഴിഞ്ഞവരാണ്. ഭൂരിപക്ഷത്തിനും ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, കണ്ണ് കാണാൻ പാടില്ലാത്ത 80 കഴിഞ്ഞ വൃദ്ധജനങ്ങളിരുന്ന് പോളിറ്റ് ബ്യൂറോ നയിക്കുന്നത് വളരെ ഫലിത രൂപത്തിൽ അവർ അവതരിപ്പിച്ചിരുന്നു. കാരണം പറയുന്നത് കേൾക്കുന്നില്ല, കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൽ ഇങ്ങനൊരു തകരാറുണ്ട്. കാരണം ഒരിക്കൽ കയറുന്നവൻ ചത്ത് അല്ലെങ്കിൽ കൊന്നേ പോവുള്ളൂ. ഒന്നുകിൽ ജനങ്ങൾ കൊല്ലണം, അല്ലെങ്കിൽ കാലം ഇടപെട്ടിട്ട് അവരെ കൊല്ലണം. ഇത് രണ്ടുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ തുടർന്നേ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. 75 വയസ്സ്, എത്രയൊരു വയസ്സുണ്ട്, 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരും പാർട്ടി പദവികളിൽ പാടില്ല എന്നാണ്. പക്ഷെ എല്ലാവർക്കും എക്സംഷൻ കൊടുത്തു അല്ലേ? പിണറായി വിജയന് എക്സംഷൻ കൊടുത്തു.
പ്രകാശ് കാരാട്ടിന് എക്സംഷൻ കൊടുത്ത്, വേറെ ആർക്കൊക്കെയോ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെയാണ് ഇത് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വയം ഒഴിവാക്കിയാണ്. അതെ, അല്ലാതെ അതിനകത്ത് വേറെ ആരുമില്ല. ആര് പറഞ്ഞു? അത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. പിണറായി വിജയൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 80 കഴിഞ്ഞു. 80 കഴിഞ്ഞു. 80 കഴിഞ്ഞാൽ അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതെ, പക്ഷേ അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്തൊരു സഖാവ് പറഞ്ഞത് വേറെ ആരാണ് അതിനകത്തുള്ളതെന്നാണ്. അപ്പോൾ ഇത്രയും കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കിടയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ വേറൊരാളില്ലാത്ത അവസ്ഥയിൽ ആ പാർട്ടി വന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ വളർച്ച വളരെ ഗൗരവപൂർവ്വത്തിൽ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്വഭാവമാണ്. ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടെ കയറിയിട്ട് ഇറങ്ങിപ്പോയേക്കണത്? ഒരിക്കലും ഇറങ്ങില്ല. ഒന്നുകിൽ കൊന്നുകളയും, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും. അങ്ങനെയൊക്കെ അല്ലാതെ ഒരാൾ മാറി, ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് ഇല്ല അതിനകത്ത്. EMS തന്നെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് മാറിയത്. എന്നിട്ട് ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. EMSന് പിന്നെ വേറൊരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4 ലേഖനം എഴുതണം. അപ്പോൾ അതിനൊരു സ്ക്രൈബിനെ കൊടുത്തിരുന്നു. ഈ സ്ക്രൈബ് ചെല്ലും, പുള്ളി പറയും, എഴുതിയെടുക്കും. ഇതൊക്കെ മഹത്തായ സാഹിത്യമായിട്ട് ദേശാഭിമാനിയിലും ചിന്തയിലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ചിന്തയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഇങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു ചോദ്യം എഴുതും. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയും. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയില്ല. എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ചിന്തയിലൊരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പുസ്തകം മാർക്സവും അദ്വൈത വേദാന്തവും. അപ്പോൾ അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ്, അത് ഈ ചോദ്യകർത്താവ് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഈ ഗ്രന്ഥകാരൻ എന്ന് വെച്ചാൽ ഞാൻ ആശയവാദത്തിൻ്റെ ലോകത്ത്, മായിക ലോകത്തിൽ അടിപ്പെട്ടു പോയി, ഇനി രക്ഷയില്ല എന്നാണ് പറഞ്ഞ. ഞാൻ ചോദിക്കുന്നതിന് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യില്ല. അതായിരുന്നു EMSൻ്റെ ഒരു രീതി. പക്ഷേ EMSന് പിന്നെ അതൊരു ലഹരിയായ കാരണം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരാരും പിന്നെ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നില്ല. ചത്താലും മാറില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്തു ചെയ്യും? പ്രായം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറിക്കൊടുത്ത് പുതിയ ഒരു സെറ്റ് വരണ്ടേ? അങ്ങനെ വന്നില്ല. അങ്ങനെയാണല്ലോ എത്ര 20 കൊല്ലോ 25 കൊല്ലോ മറ്റോ തുടർച്ചയായിട്ട് ആരിരുന്ന്? 22 കൊല്ലം. ആര്? ജ്യോതി ബസു ഇരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. 22 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബുദ്ധദേവ് വന്നിട്ട് അയാൾ 10 കൊല്ലം ഇരുന്ന്. അവസാനം ജനങ്ങൾ പറ്റില്ല, ഇവരെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ തല്ലിക്കൊല്ലുന്നൊരവസ്ഥ വരുമ്പോഴേ ഇവർ മാറുള്ളൂ. ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് ആര് സ്വീകരിക്കുന്നത്? ഗോവിന്ദനും പറയണം. അതാണ് ഗോവിന്ദൻ പറയുന്നത്, ഞങ്ങളെന്തിനാണ് മാറേണ്ടത്? പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തിക്കൊള്ളാം. പക്ഷെ എന്നാലും ഞങ്ങൾ മാറും എന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല. അപ്പം മാറാതെ ഇവരൊക്കെ കൂടി തന്നെ ഇരിക്കുകയാണ്, ഇവരൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. ഇത് ഞാൻ പൂട്ടിക്കും, ഇത് ഞാൻ മുടിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങും എന്നുള്ളതാണ് ഗോവിന്ദൻ്റെ ലൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പാർട്ടി സംവിധാനവും നിലനിൽക്കാൻ പാടില്ല, ഇതിനെ മുടിച്ചിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്നുള്ളതാണ് അവിടെ ലൈൻ. അല്ല, ഗോവിന്ദൻ അങ്ങനെ മുടിച്ചിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചതല്ല. അത് സ്വാഭാവികമായിട്ടും മുടിവിൽ ചെന്ന് നീക്കും. അതിനും ഗോവിന്ദനാണ് പറ്റിയ ആളെങ്കിൽ ഗോവിന്ദനായിരിക്കും ചെയ്യുക. അപ്പുറത്താണെങ്കിൽ ആരാണ്? ബേബിയുമാണുള്ളത്. മരിയൻ അലക്സാണ്ടർ ബേബി. മരിയൻ അലക്സാണ്ടർ ബേബിയും ഗോവിന്ദനുമാണുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും മത്സരിക്കുകയാണ്. എന്താ മത്സരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ എങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ്. EMS ആളുകൾക്ക് മനസ്സിലാകണം എന്ന് കരുതി EMS എഴുതുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു. ആളുകൾ മനസ്സിലാക്കേണ്ട എന്ന് കരുതി EMS എഴുതുന്ന കാര്യങ്ങൾ ലോകത്ത് EMSനടക്കം ആർക്കും മനസ്സിലായിരുന്നില്ല. അത് മനഃപൂർവ്വം പുള്ളി ചെയ്തിരുന്ന കാര്യമാണ്. പുള്ളിക്ക് ലളിതമായിട്ട് എഴുതാൻ കഴിയും. അല്ല, അതിപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ. അയാളോട് യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞ ശേഷം സംശയമില്ല ആർക്കും ഇതാണ് ചെയ്യേണ്ടത്. മറ്റേ ഗോവിന്ദൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പുകയാണ്. അതെ, അല്ല പുള്ളിക്ക് തന്നെ അത് കേട്ടാൽ മനസ്സിലാവില്ല. അല്ല, ബേബി പറഞ്ഞാലോ ഒട്ടും മനസ്സിലാവില്ല. അല്ല,
ബേബിക്കും അറിയില്ല, അവർക്ക് രണ്ടുപേർക്കും അവർക്ക് ഈ കാര്യങ്ങളെ പറ്റി ധാരണയില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. അവർക്കും വ്യക്തതയില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും വ്യക്തതയുള്ള ഒരാളും വരാനും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഒരാൾ വരാനും സമ്മതിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് ഇദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അത് ആ പാർട്ടി നേരത്തെ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 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 മുടിച്ചതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് മാറൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് പക്ഷേ അതിൻ്റെ സ്വാഭാവികമായ അന്ത്യം അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസം പോകുന്ന ഒരു സ്ഥലത്തും പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. പോയതാണ്, ഒരു പോക്ക് പോവുകയാണ്. ഇപ്പോൾ റഷ്യയിലില്ല, സോവിയറ്റ് യൂണിയൻ്റെ അനുബന്ധ രാജ്യങ്ങളിലില്ല, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ പണ്ടിതായിരുന്നല്ലോ. ഉസ്ബെക്ക് ജനത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോവിയറ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പ്രസിദ്ധീകരണം. നല്ല കടലാസിലൊക്കെയാണ് അത് വരിക. കാരണം ഈ കടലാസ് ഏറ്റവും കൂടുതൽ ദുർവ്യയം ചെയ്തത് സോവിയറ്റ് യൂണിയനായിരുന്നു. കാരണം അതിലിങ്ങനെ ഒരു മനുഷ്യനും വായിക്കാത്ത സാധനങ്ങൾ അച്ചടിച്ചിങ്ങനെ വിട്ടുകൊണ്ടേയിരുന്നു, സോവിയറ്റ് സാഹിത്യം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രവുമല്ല, പല പുസ്തകങ്ങളും അവർ തർജ്ജമ ചെയ്ത് വികലമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഒരാൾക്കും വായിക്കാത്ത വിധത്തിലാക്കി അത് വിട്ടുകൊണ്ടിരുന്നു. അതിവിടെ കിട്ടിക്കഴിഞ്ഞാൽ വികലമായ ഇംഗ്ലീഷ് തർജ്ജമ വെച്ചുകൊണ്ട് അതിനേക്കാൾ വികലമായ മലയാളം തർജ്ജമ ചെയ്തിട്ട് ഇറക്കിക്കൊണ്ടിരുന്നു. ഈ വളരെ ചെറിയ ചെറിയ കക്ഷികളെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് ചെറിയ ഒരു കക്ഷി അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ വിശ്വമഹാനാണെന്ന് ഇവർ പ്രചരിപ്പിക്കും. ഒരാൾ പറഞ്ഞാൽ എല്ലാവരും അത് ഏറ്റു പറയും. അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മഹാനായിട്ട് മാറും. അങ്ങനെ ഇവർ മാനായ ലെനിൻ എന്ന് പറയുള്ളൂ, മഹാൻ എന്ന് മുഴുവൻ പറയില്ല, മാനായ ലെനിൻ എന്നേ പറയുള്ളൂ. ഞാൻ ആദ്യമൊക്കെ എന്താ ഇയാൾ ഈ മാനായ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ പ്രസംഗിക്കത്തില്ലേ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മഹാനായ എന്നുള്ളതിൻ്റെ ഒരു ലോപിച്ച രൂപമാണ് ഈ ഇത് നമ്മുടെ ഈ ഭാഷയിൽ, സംസാര ഭാഷയിൽ ലോപിച്ചു പോകുന്ന ഒരു രൂപത്തിലാണ് ഇവർ മാനായ ലെനിൻ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ഈ ലെനിൻ്റെ രൂപം ശരീരം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നണം. അത് മാറ്റിയിട്ട് മുസോളിയത്തിൽ അല്ലേ, അല്ല മുസോളിയത്തിൽ വെച്ചിട്ടുണ്ട്, മുസോളിയത്തിൽ. അത് അവിടെ ഇപ്പോൾ തുറന്നു കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ തുറന്നു കൊടുക്കുന്നുണ്ടാകാം. കാരണം ഇങ്ങനെ ദ്രവിച്ച് ഒരു മൃതശരീരം കാണാൻ വേണ്ടി ആളുകൾ പോവുകയാണ്. അതും ഒരുതരം മനോവൈകല്യമാണ്. കാരണം ഇത് കഴിഞ്ഞല്ലോ, അതിൻ്റെ ഇതും കഴിഞ്ഞു. സംസ്കരിക്കുക എന്നൊരു കൃത്യമുണ്ടല്ലോ, ലോകത്തെ എല്ലായിടത്തും ഉള്ളതാണ് സംസ്കരിക്കുക എന്ന് പറയുന്ന കൃത്യം. എല്ലാ മതങ്ങളും അത് പറയുന്നുണ്ട്, എല്ലാ ജീവിത രീതികളും അതിനെ പറയുന്നുണ്ട്. ആ ജീവിത രീതികളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആ മനോഭാവം തന്നെയാണ് താങ്കൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കില്ല എന്ന് പറയുന്നത്. പോളിറ്റ് ബ്യൂറോയിലുള്ളവർ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര കമ്മിറ്റിയിലുള്ളവർ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന, ഒരിക്കൽ കേന്ദ്ര കമ്മിറ്റി കയറിക്കഴിഞ്ഞാൽ പിന്നെ മരണം വരെ കേന്ദ്ര കമ്മിറ്റിയാണ്. പോളിറ്റ് ബ്യൂറോയിൽ കയറിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് 2 ടേമിൽ മുഖ്യമന്ത്രിയായി ഇരുന്നതിന് ശേഷം ആ പാർട്ടിയെ മുടിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി മുടിപ്പിച്ച് ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടും താൻ അന്ത പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇത് നേരത്തെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ ഒരു അരിക്കാക്കിയിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് ഇറങ്ങൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചാലും ഞാൻ വിടമാട്ടേൻ എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.